ആദ്യ ഭാര്യയുടെ സഹോദരിയെ രണ്ടാമത് വിവാഹം കഴിച്ചു. സംശയത്തിന്റെ പേരിൽ വെടിവെച്ചു പ്രതിപിടി. ഹൈദരാബാദിലെ മാരുതി നഗറിൽ നടന്ന കാര്യമാണ്. ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണ് ഈ പറയുന്ന പ്രതി. അയാൾ രണ്ടാം ഭാര്യയെ വെടിവെച്ച് കൊന്നു എന്നാണ് കേസ്. ഇദ്ദേഹത്തിന്റെ പേര് ഡി അരുൺകുമാർ, 48 വയസ്സാണ്. ഈ രണ്ടാം ഭാര്യയായിട്ടുള്ള നിഷ റാണിയാണ് അയാൾ വെടിവെച്ച് കൊന്നു കളഞ്ഞത്. ബുധനാഴ്ച പുലർച്ചെ മാരുതി നഗറിലെ ഈ അരുൺകുമാറിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ സംഭവം. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് ഈ അരുൺകുമാറും ഈ രണ്ടാം ഭാര്യയും, അതായത് നിഷ റാണി, ഇവർ രണ്ടുപേരും കുറെ നാളുകളായി രണ്ടിടങ്ങളിലായിട്ടായിരുന്നു താമസം. ഈ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന് പറഞ്ഞ് ചൊവ്വാഴ്ച രാത്രി ഏതാണ്ട് വൈകി അരുൺകുമാർ ഈ നിഷ റാണിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ അരുൺകുമാർ ആ ഭാര്യയ്ക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു. ആ സമയം അരുൺകുമാറിനൊപ്പം മറ്റൊരാൾ കൂടി ആ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. നിഷ റാണിയെ കൊലപ്പെടുത്തിയ ശേഷം രണ്ടുപേരും വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ പിന്നീട് അരുൺകുമാറിനെ പോലീസ് കണ്ടെത്തി പിടികൂടി. ഇയാൾക്കൊപ്പമുണ്ടായിരുന്നത് ആരാണ്? ആ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ఈరోజు మార్నింగ్ 5:30, 6 o'clockలో మాకు డైరెక్ట్ కాల్ వచ్చేసింది. అందులో మారుతి నగర్లో ఒక ఫైర్ అయిపోయి ఒక లేడీ చనిపోయిందని చెప్పగానే ఇమ్మీడియట్ మా పెట్రోల్ కారు రీచ్ అయింది. ఆ కన్ఫర్మ్ చేసుకోగానే ఇన్ఫార్మ్ చేసేస్తే ఇన్స్పెక్టర్ సత్యనారాయణ ఇమ్మీడియట్గా రీచ్ అయ్యారు. అతను స్పాట్ చూసిన తర్వాత సీనియర్ ఆఫీసర్లకు ఇన్ఫార్మ్ చేయడం జరిగింది. మీన్వైల్ నేను మా డీసీపీ మల్కాగిరి శ్రీధర్ సార్ అందరూ కూడా మారుతి నగర్ సీన్ ఆఫ్ ఆఫెన్స్కు రావడం జరిగింది. వచ్చిన తర్వాత అబ్జర్వ్ చేస్తే అక్కడ ఫైర్ తోటి ఫైరింగ్ అయింది. అక్కడ 3 రౌండ్ల ఎంటీ కార్ట్రిడ్జ్ పడిపోయినాయి. పూల్ ఆఫ్ బ్లడ్లో ఉన్నది అమ్మాయి, హెడ్ ఇంజరీ అయి ఉన్నది. తెలుసు భర్త అక్కడ ఏం లేడు. అయితే అరుణ్ వాళ్ళ మదర్ లక్ష్మమ్మ ఆమెను ఎగ్జామ్ చేసేస్తే మార్నింగ్ 5 o'clock అట్లా చప్పుడిని పడితే అత్తమ్మ అన్నట్టు ఆమె అక్కడ రీచ్ అయ్యేలోపే సౌండ్ వచ్చేసింది. ఆమెకు సౌండ్ విన్నది. ఆమె పోయి చూసేవారికి అక్కడ పడిపోయినది. అరుణ్ అక్కడ పారిపోయినప్పటికీ వెళ్ళాడు. భార్యపై అనుమానం ఉన్నట్టు తెలిసింది. కానీ ఎందుకు ఎక్కడ అనేది ఎగ్జాక్ట్ కాజ్ అనేది మేము అరెస్ట్ చేయగలిగితేనే చెప్పేస్తాము, ఇమీడియట్గా అరెస్ట్ చేస్తాం. దాని గురించి ఒక 3 టీములు ఫామ్ చేశాము. ఎంత తొందరలో చేస్తాం. ഈ അരുൺകുമാറിന്റെ ആദ്യ ഭാര്യയുടെ സഹോദരിയാണ് ഈ രണ്ടാം ഭാര്യയായിട്ടുള്ള നിഷ റാണി. ആദ്യ ഭാര്യയിൽ അരുൺകുമാറിന് 2 കുട്ടികളുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ആദ്യ ഭാര്യയോട് ഇയാൾ തെറ്റിപ്പിരിയുന്നത്. അങ്ങനെ ആദ്യ ഭാര്യയുടെ തന്നെ സഹോദരിയെ നിഷ റാണിയെ ഇയാൾ വിവാഹം കഴിക്കുകയായിരുന്നു. 5 വർഷം മുമ്പ് നടന്ന വിവാഹമാണ്. വിവാഹത്തിന് പിന്നാലെ ഈ അരുൺകുമാറും നിഷയും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി. അത് രൂക്ഷമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ നിഷയ്ക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ് അരുൺകുമാറിന്റെ സംശയം. ഇതേ ചൊല്ലി നിരന്തരം വഴക്ക് ഇവർക്കിടയിൽ പതിവായിരുന്നു. അങ്ങനെ രണ്ടുപേരും രണ്ടിടങ്ങളിലായി താമസമായി മാറി. ഈ വർഷം മാർച്ചിൽ അരുൺ നിഷ റാണിയെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. അതിനായി ഒരു തോക്ക് വാങ്ങിവെച്ചിരുന്നു ഇയാൾ. ഈ ബീഹാറിലെ മുംഗേറിയിൽ അത് വളരെ കുപ്രസിദ്ധമാണ്. അവിടെ നിന്നും സംഘടിപ്പിച്ചതാണ് ഈ തോക്ക്. ഈ തോക്കുമായി മാർച്ചിൽ അരുൺകുമാറും 2 കൂട്ടാളികളും ഹൈദരാബാദിലെ ആംബർപേട്ട് പോലീസിന്റെ പിടിയിലായി. ഭാര്യയെ കൊല്ലാൻ ലക്ഷ്യമിട്ടാണ് അരുൺകുമാർ ബീഹാറിൽ നിന്ന് ഈ തോക്ക് സംഘടിപ്പിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ആയുധ നിയമപ്രകാരമാണ് ഇവർക്കെതിരെ അന്ന് കേസെടുത്തത്. അങ്ങനെ 40 ദിവസത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് പിന്നീട് ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. എന്താണെങ്കിലും ഈ അനധികൃത തോക്ക് നിർമ്മാണത്തിലൂടെ കുപ്രസിദ്ധി തേടിയ ബീഹാറിലെ മുംഗേർ, അവിടെ ഈ കൈത്തോക്കുകൾ മുതൽ AK-47 വരെയുള്ള തോക്കുകൾ സുലഭമാണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നും കണ്ടെത്തി വാങ്ങിയ തോക്കാണ് ഇങ്ങനെ അതിക്രൂരമായി രണ്ടാം ഭാര്യയെ, അതും സംശയത്തിൻ്റെ പേരിൽ കൊന്നുകളയാൻ അയാളെ തീരുമാനിപ്പിച്ചതും അയാൾ ആ കാര്യങ്ങൾ ആസൂത്രിതമായി നടപ്പാക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.